നമുക്ക് ഈ മഴയത്ത് കാട്ടിലമ്പലം വരേക്കൊന്ന് പോയിട്ട് വന്നാലോ? ചെറിയ ചാറ്റൽ മഴയെല്ലാം കൊണ്ട് ഈ തീരദേശ റോഡിലൂടെ പോകാൻ ഒരു പ്രത്യേക സുഖമാണ്. KMML അവിടെ എത്തുമ്പോഴുള്ള അമ്പലത്തിലേക്കുള്ള റോഡിന്റെ അവസ്ഥയിൽ ഇന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കാട്ടിൽ മേക്കതിൽ എന്നതിനേക്കാളും മണികട്ടമ്പലം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. 7 തവണ ആൽമരത്തിനെ പ്രദക്ഷിണം ചെയ്ത് മണി കെട്ടുന്നതിലൂടെ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവതി സാധിച്ചേരുന്നു. ഓരോ തവണ ഞാനിവിടെ വരുമ്പോഴും ആൽമരത്തിലെ മണികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നല്ലാതെ കുറഞ്ഞത് കണ്ടിട്ടേയില്ല. മറ്റ് ശബ്ദങ്ങൾ ഒഴിച്ചാൽ കടലിരമ്പുന്നതിൻ്റെയും കാറ്റിൽ മണികൾ കിലുങ്ങുന്നതിൻ്റെയും ശബ്ദം മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ കഴിയുള്ളൂ. 2004 സുനാമി തിരകളെ തടഞ്ഞു നിർത്തിയ ഭഗവതിയുടെ ശക്തി ചൈതന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കടലിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമായിട്ട് കൂടി ഇവിടുത്തെ കിണറുകളിലൊന്നും തന്നെ ഉപ്പുരസമില്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് പൊങ്കാല. എല്ലാ ദിവസവും പൊങ്കാല ഇടാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇത്തവണ വന്നപ്പോൾ ഭഗവതിയുടെ പൊങ്കാല പായസം കഴിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി.